ഹായ് ഫ്രണ്ട്സ്, എന്താണ് എൻ്റെ ജോലി? നിങ്ങൾ ഏത് ജില്ലയിലാണ് താമസിക്കണേ? നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടിൻ്റെ അടക്കലല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അങ്ങനെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി ഹോം ടൂറും പിന്നെ എൻ്റെ ജോലി സ്ഥലം മറ്റ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാം. എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കണേ. രണ്ട് സൈഡിലും ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ പരിപാടിയാണ് കേട്ടോ. സൈക്കിൾ ഇങ്ങനെ കാറുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യം പറയാം. അതായത് ഒരു ഫാമിലിക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ വെയിൽ കൊള്ളാതെ മഴ നനയാതെ യാത്ര ചെയ്യാം. അതേപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ എളുപ്പമാണ് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് എമർജൻസി സമയത്ത് ടാക്സി വിളിച്ച് ഒരുപാട് സമയം പോകും. അപ്പോൾ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഓപ്ഷനിലാണ്, ഒരുപാട് ചിലവുള്ള കാര്യം. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കാം. അതേപോലെ തന്നെ ഫ്രീ ടൈമിലൊന്ന് ചില്ല് ചെയ്യാനായിട്ട് സൈക്കിൾ അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് വീട് കണ്ടിട്ട് ബാക്കി ജോലി സ്ഥലത്തേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ ഹാളാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ റൂം കേട്ടോ, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഈ റൂമിൻ്റെ ഇപ്പുറത്ത് തന്നെ സ്റ്റെയർ കേഴ്സ്, പിന്നെ നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ് കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന റൂം, കിടക്കുന്ന റൂം. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരികയാണെങ്കിൽ ഇതാണ് എൻ്റെ പെങ്ങളുടെ റൂം. പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഇതാണ് അടുക്കള. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചിമ്മിണി അടുക്കളയുണ്ട് കേട്ടോ, വിറകൊക്കെ വെച്ച്. അതിൻ്റെ പുറകിൽ നേരെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ചാർത്താണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ സൈക്കിള് വെക്കാറ് കേട്ടോ. ഈ നീല സൈക്കിൾ എൻ്റെ അനിയത്തിയുടെയാണ്. പഴയ സൈക്കിൾ കൊടുക്കണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇപ്പോൾ എൻ്റെ കസിൻ ബ്രദറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ വിൽക്കണില്ല. പിന്നെ ഇത് എൻ്റെ ബൈക്ക് RC500. ഇത് മൂന്ന് ഞാനിവിടെ ഹാങ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചാർത്തിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ജോലി സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാം. എനിക്കൊരു കാറ്ററിംഗ് ബിസിനസ്സാണ് കേട്ടോ. പുറകെ കാണുന്നതാണ് കിച്ചൺ. ആദം കാറ്ററിംഗ് എന്നാണ് കേട്ടോ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി സ്ഥാപനത്തിൻ്റെ പുറകുവശമാണ്, കിച്ചൻ്റെ പുറകുവശം. ഫ്രണ്ടിൽ റോഡായതുകൊണ്ട് അവിടെ അധികം സൗകര്യമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫ്രണ്ട് പോലെ യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് നേരെ പുറകീന്ന് കയറാം. കനാലുണ്ട് കേട്ടോ, ഇതിൻ്റെ പുറകിൽ കനാലുണ്ട്. കനാലിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, ആ കാണുന്ന അവിടെ റബ്ബറും തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഫ്രണ്ട് വശം കേട്ടോ. അപ്പം ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് കയറാം. ഇതൊരു 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഫ്ലോറ്. അവിടെയാണ് വാഷിംഗ് ഏരിയ. പിന്നെ അവിടെ ബയോഗ്യാസിൻ്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ആക്ച്വലി സബോള കട്ടറാണ് വലുത്. പിന്നെ കുറച്ചധികം മെഷീനറീസ് ഉണ്ട്. ഇത് തേങ്ങാപ്പാൽ പിഴിയണ മെഷീനാണ് കേട്ടോ. ഇത് മിക്സി 10 ലിറ്ററിൻ്റെ ഗ്രൈൻഡറാണ്, വലിയ ഗ്രൈൻഡറാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് അടുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ, സ്റ്റൗ അടുപ്പ്. പിന്നെ ഇത് പുകയില്ലാത്ത കുഴിയടുപ്പാണ് കേട്ടോ, നമ്മുടെ കുഴിമന്തിയുടെ അടുപ്പ് പോലത്തെ അടുപ്പാണ്. ആ മോഡലല്ല, പക്ഷെ അത്ര കുഴിയുള്ളതാണ്. പിന്നെ അവിടെ ഒരു 3 കുഴിയടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ. അറ്റ് എ ടൈമിൽ ഒരു 5000 ആൾക്ക് വളരെ ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് കേട്ടോ. പിന്നെ ആ കാണുന്നതാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ. അത് ആക്ച്വലി വിറക് പുരയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബയോഗ്യാസ് ഉണ്ട്, അത് ബയോഗ്യാസിനുള്ള വേസ്റ്റ് ഒഴിക്കുന്നത്. ഇതാണ് ഡൂമ്. പിന്നെ ഇവിടെ അതിൻ്റെ സ്ലറിയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണത്, അതാണ് അതിൻ്റെ ഔട്ടർ ഫ്ലോ. അപ്പം ഇനി ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാനും അനിയത്തിയും അച്ഛനും അമ്മയും, അതാണ് എൻ്റെ ഫാമിലി. 4 പേരടങ്ങുന്ന കുടുംബമാണ് കേട്ടോ. ഞാൻ ഡിഗ്രി BCom പഠിച്ചിട്ട് എറണാകുളത്ത് ഒരു കൊല്ലം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കയറി. അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് അച്ഛൻ്റെ പരിപാടി എന്തായിരുന്നു, അച്ഛന് പല ബിസിനസ്സും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വീടുകളിൽ പോയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് യൂണിറ്റിൽ പള്ളിയിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനും പോകാറുണ്ടായി. പിന്നെ ഞാനാണെങ്കിൽ കോളേജിലും +2 കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുഡ് വിളമ്പാൻ പോണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഈ കാറ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ടർപ്പായ വലിച്ചു കെട്ടി ചെറിയ അടുപ്പൊക്കെ പൂട്ടിയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യണ, അങ്ങനെയാണ് സ്ഥാപനം തുടങ്ങിയത്. പിന്നെ ഞാൻ ഈ അക്കൗണ്ടൻ്റായിട്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
ഞാൻ PSC പരീക്ഷകൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 റാങ്ക് ലിസ്റ്റിലും വന്നായിരുന്നു. പോലീസിൻ്റെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ 2 റാങ്ക് ലിസ്റ്റിലും വന്നു. SIയുടെ ഒരു പ്രിലിംസും പാസ്സായി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു പ്രിലിംസും പാസ്സായി. പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല. CP ആയിരുന്നു കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അത് നിസ്സാര വ്യത്യാസത്തിൽ ആ ജോലി കിട്ടിയില്ല. പുറത്തേക്ക് പോകാനാണ് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്നുള്ളത് കൊണ്ട് തന്നെ കിച്ചൺ, അതായത് ഞാൻ എൻ്റെ പരിപാടിയെല്ലാം തീർത്തിട്ട് മുഴുവനായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് പണിത്. പിന്നെ വണ്ടി മേടിച്ചു. അങ്ങനെ നല്ല കോൺഫിഡൻസ് ആയി, നല്ല രസമായിട്ട് പോണു. അങ്ങനെ ഈ PSCക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ മേടിച്ചത്. അന്ന് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാം. പിന്നെ സൈക്ലിങ്, ചെറുപ്പത്തിൽ സൈക്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഡിഗ്രി സമയത്തൊന്നും പിന്നെ സൈക്ലിംഗ് ഉണ്ടായില്ല. പിന്നെ സൈക്ലിങ്ങിൻ്റെ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് റിവാർഡായിട്ടാണ് സൈക്കിൾ മേടിച്ചത്. പിന്നെ സൈക്കിള് നല്ല രസകരമായിട്ട് ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് സ്കൂളിൽ പോകണം, ബാഗിൽ പാക്ക് ചെയ്തിട്ട് പോവുക. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങൽ പരിപാടി. പിന്നെ അതിനുശേഷം വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യൽ. അങ്ങനെ ഇപ്പോൾ ഫുൾ, അതായത് ഫുഡ് കഴിക്കലും സിനിമകളിലേക്കാണ് സൈക്കിൾ എടുത്തിട്ട് പോയിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇവിടുന്ന് കറി നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്, അതായത് സ്ഥാപനത്തിൽ നിന്ന് തന്നെ കറി സെല്ല് ചെയ്യും. ഇനിയിപ്പോൾ പുതുതായിട്ടൊരു ഔട്ട്ലെറ്റ് കൂടി തുടങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ഫ്യൂച്ചർ പരിപാടീസ്. അപ്പോൾ നമുക്ക് കൂടുതലും സൈക്ലിങ്ങിൻ്റെ വീഡിയോസും പിന്നെ ഇവിടുത്തെ ഫുഡ് പാചകം ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.